IPL-ൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സ്വന്തം മൈതാനത്തിറങ്ങും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ചെന്നൈയുടെ എതിരാളികൾ. ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ചെന്നൈയെ നയിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം ധോണി വീണ്ടും നായകക്കുപ്പായത്തിലെത്തുന്നു. ക്യാപ്റ്റൻസിയിലെ മഹേന്ദ്രജാലം കാണാൻ ചെപ്പോക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ തലയ്ക്കും കൂട്ടർക്കും കാര്യങ്ങൾ ഇത്തവണ അത്ര എളുപ്പമല്ല. തുടർച്ചയായ 5ാം തോൽവി എന്ന നാണക്കേടിന്റെ വക്കിൽ നിന്നാണ് ചെന്നൈ ഇന്ന് കൊൽക്കത്തയെ നേരിടുന്നത്. നേരത്തെ 2010-ലും 2022-ലും ചെന്നൈ 4 കളികൾ തുടർച്ചയായി തോറ്റിരുന്നു. 2010-ൽ കിരീടം നേടി തിരികെ വന്നപ്പോൾ 2022-ൽ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ചെന്നൈ ബോളിംഗ് നിര റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടുന്നതേയില്ല. നൂർ അഹമ്മദും ഖലീൽ അഹമ്മദും വിക്കറ്റ് എടുക്കുന്നതൊഴിച്ചാൽ മറ്റാരും ബാറ്റർമാർക്ക് വെല്ലുവിളിയാകുന്നില്ല. അടിച്ചു തകർത്ത് റൺസ് നേടാൻ ബാറ്റർമാരും മെനക്കെടുന്നില്ല. പതിവിന് വിപരീതമായി ഫീൽഡിംഗ് നിരയും ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നു. മറുവശത്ത് സ്ഥിരതയില്ലായ്മയാണ് കൊൽക്കത്തയുടെ പ്രശ്നം. ഫിനിഷർമാരുടെ നീണ്ട നിരയും സുനിൽ നരയൻ, വരുൺ ചക്രവർത്തി സ്പിൻ കൂട്ടുകെട്ടും കൊൽക്കത്തയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ചെപ്പോക്കിൽ ഇനിയൊരു തോൽവി കൂടി ചെന്നൈക്ക് താങ്ങാനാകില്ല. ധോണിയുടെ ചിറകിലേറി വിജയവഴിയിൽ തിരിച്ചെത്താനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.